വർഷങ്ങൾക്ക് മുൻപ് 1980 ഒരു മെയ് മാസത്തിലാണ് ചരിഞ്ഞ തോളുമായി ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയിലേക്ക് നടന്നുകയറിയത്. വില്ലത്തരത്തിന്റെ ഭാവങ്ങളുമായി വന്ന ആ നരേന്ദ്രനെ മലയാളിക്ക് ആദ്യമത്ര ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പക്ഷേ അതൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. പിന്നീട് മലയാളി കണ്ടത് വില്ലനിൽ നിന്നും നമുക്കിടയിലെ വിഷ്ണുവും ദാസനുമായി മോഹൻലാൽ മാറുന്നതാണ്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ വിൻസെന്റ് ഗോമസ് എന്ന അധോലോക നായകനിലൂടെ ലാൽ എന്ന നടൻ മാസ്മരികമായ ഒരു നായക സങ്കല്പത്തിന് അടിത്തറയിട്ടു. സത്യനന്ദ് കാടിന്റെയും സിബി മലയിലിന്റെയും പ്രിയദർശന്റെയും ഭരതന്റെയും പത്മരാജന്റെയും സിനിമകളിലൂടെ മോഹൻലാൽ പ്രേക്ഷകരുടെ വികാരവും ജീവവായുവുമായി മാറി. മലയാളിയുടെ സ്വീകരണമുറിയിലെത്തി ചിരിപ്പിച്ചും പ്രണയിക്കാനും അദ്ദേഹം പഠിപ്പിച്ചു. ഒടുവിൽ നെഞ്ചുലയ്ക്കുന്ന അഭിനയം കൊണ്ട് നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ക്ലാസ് അഭിനയം മാത്രമല്ല, തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന മാസിന്റെ തമ്പുരാനായും ലാലേട്ടൻ അവതരിച്ചു. ആ തോളൊന്നു ചരിയുമ്പോഴും മീശയിലൊന്ന് കൈവയ്ക്കുമ്പോഴും ആവേശം അണപൊട്ടിയൊഴുകിയ തിയേറ്ററുകൾ തന്നെയാണ് ഈ നടന്റെ അപ്രമാദിത്യം വിളിച്ചോതിയത്. അംഗീകാരങ്ങൾ നിരവധി ലഭിച്ച ഈ അഭിനയ പ്രതിഭയോടുള്ള മലയാളിയുടെ പ്രണയത്തിന് ഇന്നും പ്രായം കൂടിയിട്ടില്ല. വാക്കുകൾക്കപ്പുറം മലയാളി നെഞ്ചിലേറ്റിയ കംപ്ലീറ്റ് ആക്ടർക്ക് പ്രിയപ്പെട്ട ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.